കർത്താവിൻ്റെ വിലയേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ, ദൈവികമായ ആലോചന നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന വിലയേറിയ നിമിഷത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ ഈ സമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഒത്തിരി ദൈവിക പദ്ധതികൾ ദൈവം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അതിൽ പലതും പൂർണ്ണ അളവിൽ വെളിപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെന്ന്, നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതി എന്തെന്ന്, നിങ്ങളുടെ മേൽ വീണ അഭിഷേകം എന്തെന്ന്, നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോളിംഗ് എന്തെന്ന്, നിങ്ങളുടെ ദർശനം എന്തെന്ന് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർ കാണെ കർത്താവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ അഭിഷേകം വീണ അനേക വ്യക്തികളെ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരെയൊക്കെ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുമ്പോൾ ദൈവം അവരിൽ കൂടെ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ ചില പദ്ധതികളുണ്ട്. ഒരിക്കലും അത് മറച്ചു വെച്ചല്ല ദൈവം ചെയ്യുന്നത്, മറ്റുള്ളവർ കാണെ കർത്താവ് ചെയ്യും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ്, അനവധി ദൈവിക ദൂതുകൾ ആ ഭാഗത്ത് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇസ്രായേലിൽ രണ്ടാമത്തെ രാജാവിൻ്റെ പേര് ഇസ്രായേലിൽ രണ്ടാമത്തെ രാജാവ് ഇശായിയുടെ മകനായ ദാവീദ്. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തത് ദാവീദിൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച. എന്നാൽ ആ അഭിഷേകം തൻ്റെ മേൽ വീണ ശേഷവും താൻ തൻ്റെ പഴയ ജോലി തുടർമാനമായി ചെയ്തു വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ദൈവം ദാവീദിനെ വെളിപ്പെടുത്തി. അതെവിടാ വെളിപ്പെടുത്തിയത് നിങ്ങൾക്കറിയാം. ഏലാ താഴ്വരയിൽ ദീർഘദിവസങ്ങളായി ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ച് നിന്ന ഫെലിസ്ത്യ മല്ലന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു വലിയ അനോയിന്റിംഗ് അഭിഷേകത്താൽ ദാവീദ് കടന്നു ചെല്ലുകയാണ്. അന്ന് ജനവും രാജാവും ശത്രുവും ഒരുപോലെ തിരിച്ചറിഞ്ഞു ദാവീദ് ആരാണെന്ന്. അതെ, ദാവീദിനെ വെളിപ്പെടുത്തിയ ഒരു ദൈവം. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അതെ, ഈ ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദിനെ കുറിച്ച് അനവധി ദൂതുകളും ആലോചനകളും ഈ ഭാഗത്ത് നാം കേട്ടിട്ടുണ്ട്. തന്നെ ദൈവം സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. പലപ്പോഴും പല അഭിഷിക്തന്മാരും ഈ ഭാഗം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്താറുണ്ട്. നിന്ദിക്കപ്പെട്ട മേഖലയിൽ, ഒറ്റപ്പെട്ട മേഖലയിൽ, പരാജയപ്പെട്ട മേഖലയിൽ, പുറത്താക്കപ്പെട്ട മേഖലയിൽ, തള്ളപ്പെട്ട മേഖലയിൽ എവിടെ താൻ നിത്യനായോ അവിടെ ദൈവം അവനെ മാനിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സന്ദേശം ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവിനെ കുറിച്ചാണ്. ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവിന് ജനത്തിൻ്റെ നടുവിൽ വെച്ച് ദൈവം അവനെ വെളിപ്പെടുത്തിയ ഒരനുഭവം ഉണ്ടായി. അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തൊരു അനുഭവം ഉണ്ടായി. അതേ ഒരു അനുഭവം തന്നെ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനും പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, കീശിൻ്റെ മകനായ ശൗൽ തൻ്റെ അപ്പൻ്റെ കഴുത നഷ്ടപ്പെട്ടത് അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ദീർഘദിവസങ്ങൾ സഞ്ചരിച്ചു. കണ്ടെത്തുമെന്ന് തനിക്ക് തോന്നിയ പല മേഖലകളിലും ആ കഴുതയെ അന്വേഷിച്ചാൽ പുറപ്പെട്ടു. പക്ഷേ തൻ്റെ പ്രവൃത്തികളെല്ലാം നിഷ്ഫലമായി. തന്നെ അന്വേഷിച്ചിറങ്ങിയ കഴുതയെ തനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നിരാശനായി, കരങ്ങൾ ശൂന്യമായ അവസ്ഥയിൽ മടങ്ങിപ്പോകാം എന്ന് താൻ തീരുമാനിക്കുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ തിരിച്ചു പോകാം എന്ന് താൻ തീരുമാനിക്കുമ്പോൾ, തൻ്റെ ബാല്യക്കാരൻ തന്നോട് പറഞ്ഞു, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. അതെ, അവിടേക്ക് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരിച്ചുവിടുകയാണ്. എന്തിനേറെ പറയുന്നു, ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ശൗലിനെ
ശമൂവേൽ അഭിഷേകം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ആ ഭാഗം ബാല്യക്കാരനെ മുമ്പോട്ട് പറഞ്ഞയച്ച് ശൗലും ശമൂവേലും തനിച്ച് നിൽക്കുന്ന സമയം ഒരു അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് ശമൂവേലിൽ നിന്ന് ശൗല് പ്രാപിച്ചെടുക്കുക. അതേ പ്രിയപ്പെട്ടവരെ, നിരവധി അടയാളങ്ങൾ അന്ന് തന്നെ അവന് സംഭവിക്കുമെന്ന് പറഞ്ഞു. ശൗല് പറഞ്ഞു, അല്ലെങ്കിൽ ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, നിന്നെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുക, യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയാം, പുറത്തു വരാൻ അല്പം കൂടെ നീ വെയിറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ അഭിഷേകം ലഭിച്ച അനേകർ എന്നെ കേൾക്കുന്നുണ്ട്, ദൈവശക്തി പ്രാപിച്ച അനേകർ കേൾക്കുന്നുണ്ട്. ദർശനമുണ്ട്, നിങ്ങൾക്ക് വെളിപ്പാടുണ്ട്, നിങ്ങൾക്ക് അഭിഷേകമുണ്ട്, യാതൊരു തർക്കവുമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, മറ്റുള്ളവരുടെ നടുവിൽ വെച്ച് ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 17-ാം വാക്യ പ്രകാരമാണ് കാണുന്നത്. അനന്തരം ശമൂവേൽ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നദ്ധിയിൽ വിളിച്ചുകൂട്ടി. ഞാൻ ചോദിക്കട്ടെ, ആർക്കു വേണ്ടിയാണ് ശമൂവേലെ ഈ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടിയത്? അതെ, അത് ശൗലിന് വേണ്ടി. അടുത്തത് 20-ാം വാക്യം. അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം അടുത്തു വരുമാറാക്കി. ഇതാർക്കു വേണ്ടിയാണ്? അഭിഷേകത്തിന്റെ തൈലം വീണ ഒരു ശൗലിന് വേണ്ടി. ഇതാ ശമൂവേൽ ഇസ്രായേലിലെ സകല ഗോത്രങ്ങളെയും അടുത്തു വരുമാറാക്കി. അടുത്ത വാക്യം, അടുത്തത് ബെന്യാമീൻ ഗോത്രത്തിന് ചീട്ട് വീണു. നോക്കിക്കോണേ, ഒരു അഭിഷേകത്തിന്റെ തൈലം വീണവനാ ആര്? ശൗൽ. എന്നാൽ ഈ അഭിഷേകത്തിന്റെ തൈലം വീണവനെ, ഞാൻ പറഞ്ഞല്ലോ 17 വാക്യം, മിസ്പയിലെ യഹോവയുടെ സന്നിധിയിൽ ജനത്തെ ഒന്നിച്ചു കൂട്ടിയിട്ട് അവരുടെ നടുവിൽ വെച്ച് ശമൂവേൽ പ്രവാചകൻ അവനെ വെളിപ്പെടുത്തുകയല്ല, അവനെ പ്രസന്റ് ചെയ്യുകയല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇതെന്ന് തെളിയിക്കത്തക്ക നിലയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ഇന്നലകളിൽ ആരും അറിയാതെ നീ ശമൂവേലിന്റെ കരങ്ങളാൽ അഭിഷേകം പ്രാപിച്ചു. എന്നാൽ ഇന്ന് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ഈ സകല ഗോത്രങ്ങളും അറിയണം. ഒന്നുകൂടെ, ഈ സകല ഗോത്രങ്ങളും നിന്നെ അംഗീകരിക്കണം. ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്ന് അവർ ഉറപ്പാക്കത്തക്ക വിധത്തിൽ, അവർക്ക് വിശ്വാസമാകത്തക്ക വിധത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് ദൈവം നിന്റെ മേലുള്ള ദൈവിക പദ്ധതിയെ വെളിപ്പെടുത്തും. അതെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, എവിടെയൊക്കെയോ ദൈവം കണ്ട ചിലതിനെ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഒന്നുകൂടെ പറഞ്ഞാൽ, മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കത്തക്ക നിലയിൽ, മറ്റുള്ളവർ നിന്നെ ആദരിക്കത്തക്ക നിലയിൽ ദൈവം നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, നീ നിന്ദിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല, നീ ഒറ്റപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് സകല ഗോത്രത്തിൽ നിന്നും ദൈവം ഇതാ ശൗലിനെ തിരഞ്ഞെടുക്കുക. എന്താ ബൈബിൾ പറയുന്നത്? ബെന്യാമീൻ ഗോത്രത്തിൽ കുടുംബമായി അടുത്തു വരുമാറാക്കി. ഒന്ന്, സകല ഗോത്രങ്ങൾ വന്നു, അതിനകത്ത് ബെന്യാമീൻ ഗോത്രത്തിന് ചീട്ട് വീണു. ബെന്യാമീൻ ഗോത്രത്തെ കുടുംബമായി അടുത്തു വരുമാറാക്കി. അടുത്തത് അവിടെ ബൈബിൾ പറയുന്നറിയാമോ? മത്രി കുടുംബത്തിന് ചീട്ട് വീണു. പിന്നെ കീശിന്റെ മകനായ ശൗലിന് ചീട്ട് വീണു. ഞാൻ ചോദിക്കട്ടെ, അഭിഷേകം നിന്റെ മേൽ ഇതിനു മുമ്പേ വീണതല്ലേ? ഇതിനു മുമ്പേ ദൈവം നിന്നെ അഭിഷേകം ചെയ്തു. ദൈവം നിന്നോട് പറഞ്ഞ സകല അടയാളങ്ങളും അന്ന് തന്നെ സംഭവിച്ചതല്ലേ? ഇനിയും ഒരു സെലക്ഷൻ നിനക്ക് ആവശ്യമുണ്ടോ? ഇനിയും ഒരു വെളിപ്പെടുത്തൽ നിനക്ക് ആവശ്യമുണ്ടോ? ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം നിന്നെ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ? ഉണ്ട്. ഒരു കൂട്ടം നിന്നെ അംഗീകരിക്കത്തക്ക നിലവാരത്തിൽ ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ സ്വർഗം പറയുന്നു, ദൈവം ചിലരെ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. നിനക്ക് ഒറ്റയ്ക്ക് ചില ഇടപെടൽ ലഭിച്ചു കാണും, നിനക്കൊറ്റയ്ക്ക് ചില ദൈവിക അഭിഷേകം ലഭിച്ചു കാണും, നിനക്കൊറ്റയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു കാണും. എന്നാൽ മറ്റുള്ളവർ ഒരു പക്ഷേ അത് അംഗീകരിക്കണമെന്നില്ല. എന്നാൽ മറ്റുള്ളവർ അംഗീകരിക്കത്തക്ക നിലയിൽ അവരുടെ മുമ്പിൽ വെച്ച് നിന്നെ ദൈവം സെലക്ട് ചെയ്തതാണ് എന്ന് ദൈവം ഈ ദിവസങ്ങളിൽ തെളിയിക്കാൻ പോകുകയാണ്. അതാ ബൈബിൾ പറയുന്നത്. അവന് ചീട്ട് വീണപ്പോൾ
ശൗലിനെ അവർ അന്വേഷിച്ചു, അവനെ കണ്ടെത്തിയില്ല. ബൈബിൾ പറയുന്ന 22-ാം വാക്യം, അവർ പിന്നെ യഹോവയോട് അയാൾ എവിടെ, അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ഈ ദിവസങ്ങളിൽ നീ ആയിരിക്കുന്ന ചില സിറ്റുവേഷൻസിനകത്ത് നിന്ന്, നീ ആയിരിക്കുന്ന ചില അവസ്ഥയ്ക്കകത്ത് നിന്ന് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ പോകുകയാണ്. നീ തനിയെ വരുമെന്നല്ല, നീ തനിയെ വെളിപ്പെടുമെന്നല്ല, ദൈവം നിന്നെ വെളിപ്പെടുത്തും. ഒന്നുകൂടെ പറയാം, നീ എവിടെ ഇരുന്നാലും നിന്നെ ദൈവം കണ്ടതാണോ, ദൈവം നിന്നെ സെലക്ട് ചെയ്തതാണോ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തതാണോ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എന്താ ബൈബിൾ പറയുന്നത്? അവർ അവനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൻ ജനത്തിന്റെ മധ്യേ നിൽക്കുകയാ. ബൈബിൾ പറയുന്നു, അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അടുത്ത വാക്യം, അപ്പോൾ ശമൂവേൽ, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? നിങ്ങൾ കാണണം. ശമൂവേൽ കണ്ടിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പേ, ശൗൽ വരുന്നതിന് മുമ്പേ ശൗലിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ദൈവം ശമൂവേലിന് കൊടുത്തു. എന്നാൽ ശമൂവേൽ അറിഞ്ഞ പോരാ, മറിച്ച് ഈ ജനം അറിയണം. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താ ഈ സന്ദേശം പറയുന്നത്? ഇസ്രായേലിലെ 2ാമത്തെ രാജാവായ ദാവീദിന് വേണ്ടി ഒരു ഏല താഴ്വരയിൽ ഫെലിസ്ത്യ മല്ലൻ വീണെങ്കിൽ, ഇതാ 1ാമത്തെ രാജാവായ ശൗലിന് വേണ്ടി സ്വർഗത്തിൽ ദൈവം അവനെ സെലക്ട് ചെയ്തതാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്ന്, ദൈവം നിന്നെ അഭിഷേകം ചെയ്തു എന്ന്, ദൈവം നിന്നെ ചില മേഖലകളിൽ ആക്കി വെച്ചിരിക്കുന്നു എന്ന്, നിന്റെ മേലെ അതോറിറ്റി, അധികാരം ദൈവം തന്നിരിക്കുന്നു എന്ന് നിന്നെ കുറിച്ച് മറ്റുള്ളവർ അംഗീകരിക്കത്തക്ക നിലയിൽ, മറ്റുള്ളവർ നിന്നെ ആദരിക്കത്തക്ക നിലയിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. വിശ്വസിക്കുന്നെങ്കിൽ ആമേ പറഞ്ഞോണം. അഭിഷേകം നിന്റെ മേലുണ്ട്, ദൈവവിളി നിന്റെ മേലുണ്ട്, ദൈവശക്തി നിന്റെ മേലുണ്ട്. ദൈവം നിന്റെ കാതിൽ നിന്നോട് ദൂത് പറഞ്ഞതാ. പക്ഷെ നിനക്കൊരു എൻകൗണ്ടർ ദൈവം ഒരുക്കാൻ പോകുക. എങ്ങനെ? ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുക. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രവചന ദൂത് കൈമാറുമ്പോൾ പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ വെമ്പൽ കൊള്ളുക. എന്തുകൊണ്ടാണ് കർത്താവേ? എന്താണ് കർത്താവേ? അതെ, ദൈവം നിന്റെ ബ്രാക്കറ്റ് പീരീഡുകളെ അവസാനിപ്പിച്ച് ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. നിനക്ക് ലഭിക്കാത്ത ആദരവ്, നിനക്ക് ലഭിക്കാത്ത മാന്യത, നിന്നെ ഇതുവരെ നോക്കാത്തവർ, നിന്റെ വാക്കിന് ചെവി തരാത്തവർ, ഈ ദിവസങ്ങൾ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ ശക്തിയെ, ദൈവം നിന്നെ സെലക്ട് ചെയ്തതിനെ അവർ അംഗീകരിക്കാൻ പോകുക. വിശ്വസിക്ക്, സംശയിക്കാതെ വിശ്വസിക്ക്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതെ, ഒരു ദാവീദിനെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. ഒരു ശൗലിനെ ബാല്യക്കാരനെ മാറ്റി അഭിഷേകം ചെയ്തു. ഒരു ശൗലിനെ ദൈവം ജനത്തിന്റെ മുമ്പിൽ വെച്ച് സെലക്ട് ചെയ്തു. ഒരു ദാവീദിനെ എല്ലാ താഴ്വരയിൽ വെച്ച് ദൈവം അഭിഷേകം ചെയ്തു എന്ന് തെളിയിച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരെന്ന് തെളിയിക്കാൻ പോകുന്നു ദൈവം. വിശ്വസിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.